പട്ടി എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തെ എന്നെ കൂടി വിളിച്ചോണ്ട് നാറ്റിച്ചെന്തിനാടാ? എന്റെ സഹോ, നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 10-100 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോടാ കല്യാണത്തിന്. ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ എനിക്ക് പുല്ല് വല്ലായിരിക്കും. നീ അതാണ് അടിച്ചേ ടച്ചിങ്സ്. ഇതെന്താ ഇത്? ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ, ഇതൊക്കെ അടിക്കാൻ നേരത്തെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിങ്സ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാൽ എന്റെ ചങ്കലടാ. എന്നാ ചിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറയണല്ല കേട്ടോ. ആ, ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞാൽ നീ ദൈവാടാ. നീ ദൈവാ. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാര് പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല ഞാൻ ദൈവമെന്നൊക്കെ. നീ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ മേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. വെച്ചോ വെച്ചോ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ചോറുന്നില്ല ഞാൻ ചത്തൊന്നും പോവില്ലോ. വെച്ചമ്മന്നു കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതിപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല, എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ, നമ്മളെ വിട്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. സഹോ, അത് നിന്റെ അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണാട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. ശരി. അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ നിന്റെ അമ്മോട് ചൂടാവില്ലടാ ദാസപ്പ. സാധനോടെ പട്ടി നീ എടുത്ത് കുടിച്ചത് എവിടെ പോയി മേടിക്കാനാണ്? ആര് തരാനാണ്? അവന്റെ അമ്മമ്മയുടെ സെന്റിമെന്റ്. ഹലോ, ഹായ്, കിച്ചു അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ വീടിനടുത്ത് പുതിയതായി താമസിക്കാൻ വന്നയാളാ. ആൻമരിയല്ലേ? യാ, എന്നെ അറിയോ? കിച്ചു നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ. എങ്കി നാളെ വൈകിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഓ, നാളെ വൈകിട്ട് കാണാലോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ആൻമരിയ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാണണമെന്ന്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എന്താടാ? എടാ, ആൻമരി എന്റെ ഫോണിൽ വിളിച്ചേക്കണു. ദേവരെ സ്വപ്നം കണ്ടായിരിക്കുള്ളൂ. എടാ, സ്വപ്നം കണ്ടാന്ന് തന്നെ ഞാനും വിചാരിച്ചത്. പക്ഷെ അതേ മെസ്സേജ് അയച്ചേക്കണു, 4 മണിക്ക് ഫുട്ബോൾ വെച്ച് കാണാന്ന്. അവള് നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചേക്കണം. എടാ, ഇത് അവളല്ല, ഏതോ ഒരുത്തൻ അവളാന്നും പറഞ്ഞ എന്നെ തേക്കാൻ വേണ്ടി അയച്ചേക്കണതാ. എന്നാ അവനെ കണ്ടുപിടിച്ച് അച്ചാറിട്ടിന്റെ ബാക്കി കാര്യം. നീ ആ മൊബൈൽ നമ്പർ ഞാൻ 9446984365. ഇതാരാണിത്? ഞാൻ ആൻമരിയാണ്. ദാസേട്ടനല്ലേ? അതെ. കിച്ചു കൂടിയില്ലേ? ആ, ഉണ്ട്. 4 മണിക്ക് കാണാന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു. ബൈ. ഓക്കെ, താങ്ക് യു. എടി ഒറിജിനൽ ആൻമരിയടാ. നിന്നെ 4 മണിക്ക് കൂട്ടിക്കൊണ്ടില്ല എന്നെ അഭിഷേകാണ്. പിന്നെ ഞാനും കുറ്റിക്കൂല, നീ വാ. ഹായ്, ഞാൻ വരാടാ. ഞാനില്ലാതെ നീ എവിടെങ്കിലും പോയിട്ടുണ്ടാ? അതെ, ഇനി അവിടെ ചെന്നിട്ട് വല്ലവരും നമ്മളെ പറ്റിക്കണാണെങ്കിലോ? അങ്ങനെയാണ് നമ്മൾ നാറിപ്പോവും. കുഴപ്പമില്ലടാ, നമ്മക്കിത് വലിയ പുത്തിരിയൊന്നുമില്ലല്ലോ. അന്റെ സൈഡ് നാറിയിട്ട് വരാം.
ഇത് മറ്റേ ഗിരിധറല്ലേ ഇത്? ഇയാള് പിന്നെയും പുതിയ വണ്ടി എടുത്താ? ഇതൊക്കെ അല്ലേ ജീവിതം എന്ന് പറയണത്? ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. സൗന്ദര്യവും കാശും പേരൊക്കെ തന്നെ കണ്ടോ, ഗിരിധർ. എന്നെ റിച്ചല്ലേ? നമ്മുടെയൊക്കെ പേര് കണ്ടില്ലേ, കൃഷ്ണൻ. നിന്റെ പേരെന്നാന്ന്? പേര് പറഞ്ഞടാ. ദാസപ്പൻ. അയ്യോ ദാരിദ്ര്യം. എന്റെ പൊന്നടാവ്, ഈ പേര് കേട്ടാ തന്നെ അറിയാട്ടോ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോളാന്ന്. ഏറെക്കുറെ. ആ സഹോ, ഇനി ഒന്നും നോക്കണ്ട. അവളെ കാണുമ്പോ തന്നെ ഐ ലവ് യു എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോയടാ. കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിച്ച അവസ്ഥ എനിക്ക്. എടി, ഇത് ഉറപ്പായിട്ടും പ്രേമോടാ. അവക്ക് നിന്റെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് സൈറ്റ്. എക്സ്ക്യൂസ് മീ, എടുത്തോട്ടെ. താങ്ക് യു. എടാ, ഇത് ശരിക്കും നിന്റെ സ്വപ്നം പോലെ അവൾ നീയായിട്ട് പ്രേമവും. നിങ്ങളുടെ പ്രേമം പൂക്കും, തളിർക്കും, കായ്ക്കും, പടർന്ന് പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മക്കാട്ടി കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണിയോടാ, താജ്മഹൽ പണിയും. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? ആ, എന്നിട്ട് അവൻ താജ്മഹൽ പണിയാൻ നടക്കണേ. എടുത്തോട്ടെ. അല്ല, സോറി. കഴിച്ചോ കഴിച്ചോ. ഇവനെന്താ പപ്സ് കണ്ടിട്ടില്ലേ? നീ എന്നീ കാണിക്കണേ. എടാ, എന്നാലും അവൾ എന്തിനായിരിക്കും എന്നോട് വരാൻ പറഞ്ഞേ? എന്റെ വേറിട്ട ബുദ്ധി തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. അവളുടെ അന്നത്തെ ആ വരവ്, നിന്നെ നോക്കിയ ആ നോട്ടം, ആ ചിരി, അവളുടെ ആ വരവ് വെറും വരവല്ല മോനെ. എന്നാ പിന്നെ യു മാരി ഹിം. ഹായ്, ഹായ്, ഞാൻ ആൻ. ഞാനാണ് കിച്ചു. എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആക്ച്വലി ഒരു മിനിറ്റ്. ഇത് തുറന്നു നോക്കൂ. അവന്റെ ഒരു ആത്മഹത്യാക്കുറിപ്പ്. നിനക്ക് ചാവാൻ വരെ സ്ഥലം കിട്ടിയില്ലടാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ, ഇതിനൊക്കെ കൂടെ വേറെ വല്ല അവളുമാരും ഉണ്ടോടാ? ഞങ്ങൾ തീരുമാനിച്ചോളാം.